നമസ്കാരം. കലിയുഗ വരദൻ എന്നാണ് ഭഗവാൻ അയ്യപ്പനെ വിശേഷിപ്പിക്കുന്നത്. ഭഗവാൻ അയ്യപ്പൻ ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി തൻ്റെ കലി ശത്രുക്കളുടെ മേൽ പ്രയോഗിക്കും. അയ്യപ്പൻ്റെ ശത്രു സമൂഹത്തിൻ്റെ ശത്രുവാണ്, ധർമ്മത്തിൻ്റെ ശത്രുവാണ്. ആ കോപത്തിൽ നിന്നും രക്ഷപ്പെട്ടോടാൻ ആർക്കും സാധിച്ചെന്ന് വരില്ല. പിണറായി വിജയൻ എന്ന ദുഷ്ടനായ ഭരണാധികാരി അയ്യപ്പനോട് ചെയ്തതൊക്കെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് അയ്യപ്പ ഭക്തർ പറയുന്നത് വെറുതെയല്ല. അല്ലെങ്കിൽ നോക്കൂ, PS പ്രശാന്ത് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ എന്തെങ്കിലും കാര്യമുണ്ടായിരുന്നോ പാർട്ടി വിട്ട് CPMൻ്റെ കൂടാരത്തിലേക്ക് കയറി ഈ പണി ചോദിച്ചു വാങ്ങാൻ? PS പ്രശാന്ത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ വലിയ ഹൈപ്പായിരുന്നു. പക്ഷെ തോറ്റുപോയി. അവിടെ GR അനിൽ എന്ന CPIയുടെ ജനകീയനായ നേതാവ് മത്സരിച്ചു ജയിച്ചു, മന്ത്രിയുമായി. PS പ്രശാന്ത് പക്ഷേ നോക്കിയിരിക്കുമ്പോൾ പിണറായി ക്യാമ്പിലേക്ക് കൂറുമാറി CPMൻ്റെ വിശ്വസ്തനായി. പകരം പ്രതിഫലമായി കൊടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം. അതിനൊക്കെ മുമ്പ് തന്നെ സ്വർണ്ണക്കൊള്ള പൂർത്തിയായിരുന്നു. 2018-19 കാലയളവിലായിരുന്നു അയ്യപ്പൻ്റെ സ്വർണം മുഴുവൻ CPMകാരുടെ നേതൃത്വത്തിൽ മോഷ്ടിച്ചു കൊണ്ടുപോയത്. ആ മോഷണം നടത്തിയ സകലവന്മാരും ജയിലിലാണ്. ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പിതാവടക്കമുള്ളവർ ജയിലിലായി. ഇതാ മുരാരി ബാബു എന്ന ഈ സ്വർണ്ണക്കടത്ത് ആസൂത്രണം ചെയ്തവൻ ഈ അടുത്ത കാലത്ത് അപ്രതീക്ഷിതമായി മരിച്ചു പോയിരിക്കുന്നു. പത്മകുമാർ എന്ന ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന N വാസു എന്ന ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന CPMകാർ അവർ ജയിലിൽ കഴിഞ്ഞത് 3 മാസത്തോളമാണ്. അങ്ങനെ നിരനിരയായി 2018-19 കാലയളവിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന CPM നേതാക്കൾ ജയിലിലായപ്പോൾ അവരെ ദൈവനിയോഗം പോലെ പടിപടിയായി പിടിച്ചകത്തിട്ടപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അതിനുശേഷം വന്ന ഭരണസമിതിയും കുരുക്കിലേക്ക് മാറുന്നുവെന്നാണ്. അവർ സ്വർണം മോഷ്ടിച്ചിട്ടില്ല, എന്നാൽ മോഷണം അറിഞ്ഞുകൊണ്ട് തന്നെ ആ മോഷണ വിവരം പുറത്തു വരാതിരിക്കാൻ ഗൂഢാലോചന നടത്തി. വാസ്തവത്തിൽ ഈ സ്വർണ്ണക്കൊള്ള പുറത്തേക്ക് വരുന്നത് പോലും അതിനു മുമ്പുള്ള ഭരണസമിതി നടത്തിയ സ്വർണം മോഷണം പോലെയുള്ള ഇടപാടുകൾക്ക് കൂട്ടുനിൽക്കാതിരിക്കാൻ PS പ്രശാന്ത് ശ്രമിച്ചതുകൊണ്ടാണ്. പക്ഷേ എന്നിട്ടും 2018-19 കാലയളവിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ വിശദാംശങ്ങൾ മറച്ചു വയ്ക്കാൻ ഗൂഢാലോചന നടത്തി. 2025 PS പ്രശാന്ത് പ്രസിഡൻ്റായിരുന്നപ്പോഴാണ് ദ്വാരപാലക ശില്പം വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോകുന്നത്. ഈ സ്വർണം പൂശാനിൻ്റെ ലക്ഷ്യം അടിച്ചു മാറ്റാനായിരുന്നില്ല, അത് പണ്ട് തന്നെ അടിച്ചു മാറ്റിയിരുന്നു. 2018-19 കാലയളവിൽ ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കി മാറ്റി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊടുത്ത് അതിൽ പൊതിഞ്ഞിരുന്ന സ്വർണം ഉരുക്കി മാറ്റി പകരം ചെമ്പ് അവിടെ ഇളക്കി ചേർത്ത് അതിൽ സ്വർണം പൂശിക്കൊണ്ട് തിരിച്ചു സ്ഥാപിച്ചതാണ്. എന്നാൽ സ്വർണം പൂശിയപ്പോൾ ഒരു കുഴപ്പമുണ്ടായി. ഇടയ്ക്കിടെ സ്വർണത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഈ തിളക്കം നഷ്ടപ്പെടുന്ന സമയത്ത് അത് ഇളക്കിയെടുത്ത് കൊണ്ടുപോയി വീണ്ടും പൂശി തിരിച്ചു കൊണ്ട് വെച്ചില്ലെങ്കിൽ സ്വർണ്ണമോഷണം പിടിക്കപ്പെടും. 2023 അത് ചെയ്തിരുന്നു. 2025 അത് ചെയ്യാൻ വേണ്ടി പൊളിച്ചെടുത്തപ്പോഴായിരുന്നു വിവാദം കത്തിപ്പടർന്നത്. അതോടുകൂടി അത് നടന്നില്ല. പക്ഷേ 2023 ഈ സ്വർണ്ണപ്പാളികൾ വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയത് അതും സ്പെഷ്യൽ കമ്മീഷനുടെ അനുമതിയില്ലാതെ. ഓർക്കുക, ശബരിമലയിൽ വലിയ മോഷണം നടക്കുന്നു എന്നുറപ്പായപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് ഒരു ജില്ലാ ജഡ്ജിയെ സ്പെഷ്യൽ കമ്മീഷണറായി നിയോഗിച്ചത്. എന്ന് വെച്ചാൽ ദേവസ്വം കമ്മീഷണർ അവിടെയുണ്ട്, ദേവസ്വം പ്രസിഡന്റ് ഉണ്ട്, ദേവസ്വം സെക്രട്ടറി ഉണ്ട്, മറ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ എങ്കിലും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സ്പെഷ്യൽ കമ്മീഷണർ എന്ന ജില്ലാ ജഡ്ജിയുടെ അനുമതി വാങ്ങണം. ജയകൃഷ്ണൻ എന്നു പേരുള്ള ഒരു ജില്ലാ ജഡ്ജി സ്പെഷ്യൽ കമ്മീഷണറായി അവിടെ ചുമതലയേറ്റത് കൊണ്ട് മാത്രമാണ് ഈ സ്വർണ്ണക്കൊള്ള പുറത്താവുന്നത്. ഈ സ്പെഷ്യൽ കമ്മീഷണർ പോലും അറിയാതെയാണ് 2023 വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി ഇളക്കിയെടുത്ത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയത്. 2025 അത് ഇളക്കിയെടുത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പോഴാണ് പിടിക്കപ്പെടുന്നത്. 2025 കട്ടളപ്പാളികളും ദ്വാരപാലക ശില്പവും ഇളക്കിയെടുത്ത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയപ്പോൾ സ്പെഷ്യൽ കമ്മീഷൻ അറിയുന്നു, ഇടപെടുന്നു, തടയുന്നു, ഹൈക്കോടതിക്ക് എഴുതുന്നു, അന്വേഷിക്കുന്നു. അപ്പോഴാണ് സ്വർണ്ണക്കൊള്ള അറിയുന്നത്. 2023 പ്രശാന്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഈ പണി ചെയ്തത് കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമാണ്. 2018-19 വർഷത്തിൽ സ്വർണം മോഷ്ടിച്ചത് ആരും അറിയരുത്. എപ്പോഴും പൂശിയ സ്വർണത്തിന് തിളക്കമുണ്ടാവണം. അത് പിടിക്കപ്പെട്ടപ്പോൾ ഇപ്പോൾ വിഷയമായി സ്വർണ്ണക്കള്ളയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നു. എന്നാൽ 2023 ഇത് ഇളക്കിയെടുത്ത്
സ്വർണം പൂശാൻ കൊണ്ടുപോയത് സ്വർണം മോഷ്ടിക്കാനായിരുന്നില്ല. 2018-19 വർഷം മോഷ്ടിച്ചത് മറച്ചു വയ്ക്കാനായിരുന്നു. അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. 2018-19 വർഷത്തിൽ മോഷ്ടിച്ചു എന്ന വിവരം അറിയാമായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് അന്വേഷിക്കേണ്ടതായിരുന്നു. അത് ചെയ്യാതെ PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അയ്യപ്പനിട്ട് പണി കൊടുത്തു. തിരിച്ച് പണി അയ്യപ്പനും കൊടുത്തു. അതുകൊണ്ടാണ് അന്വേഷണ സംഘം പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നത്. PS പ്രശാന്തിനെ വിളിച്ച് പ്രത്യേക അന്വേഷണ സംഘം പ്രത്യേകം ചോദ്യം ചെയ്തു, തെളിവെടുപ്പ് നടത്തി. ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവരെയെല്ലാം പ്രതി ചേർക്കാൻ നീക്കം തുടങ്ങുന്നു. ദേവസ്വം ബോർഡിൽ 3 അംഗങ്ങളാണുള്ളത്. 2 CPM-കാരും 1 CPA-കാരനും. PS പ്രശാന്ത് CPM പ്രതിനിധിയായാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നത്. പിന്നെയുള്ളതൊരു PD സന്തോഷ് കുമാർ എന്നു പേരുള്ള ഒരു CPM നേതാവാണ്. സന്തോഷ് കുമാർ മെമ്പറായി ഇപ്പോഴും തുടരുകയാണ്. CPA രാജീവ് കുമാർ മെമ്പറായിരുന്നു. സന്തോഷ് കുമാറിനെ ഈ സ്വർണ്ണക്കടത്തിൽ എന്ത് പങ്കുണ്ട് എന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട DCC സെക്രട്ടറി ഒരു പരാതി കൊടുത്തിരുന്നു. ഈ പരാതിയെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ആരോഗ്യ ദേവസ്വം വകുപ്പ് ചുമതലയുള്ള മന്ത്രി K മുരളീധരൻ കത്തെഴുതി. ദേവസ്വം ബോർഡ് മന്ത്രിയുടെ കത്ത് SITക്ക് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. സന്തോഷ് കുമാർ ഈ മോഷണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നു എന്നാണ് മുരളീധരൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ PS പ്രശാന്ത് മാത്രമല്ല, സന്തോഷ് കുമാറും അജുകുമാറും മാത്രമല്ല, പഴയ കേസിൽ പ്രതിയാക്കപ്പെട്ടതുപോലെ തന്നെ തന്ത്രി കണ്ഠരര് രാജീവരും പ്രതി ചേർക്കപ്പെട്ടേക്കാം. ഈ ദിവസങ്ങളിൽ ഇവരെ പ്രതി ചേർത്തുകൊണ്ട് FIR ഉണ്ടാകുമെന്നും ഇവരെ അറസ്റ്റ് ചെയ്യുമെന്നും തന്നെയാണ് വിശ്വസനീയമായ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ശബരിമല മോഷണ കേസിൽ പ്രതിയായി ജയിലിലായവരൊക്കെ സ്വാഭാവികമായി ജാമ്യം കിട്ടി പുറത്തു വന്നു. അതിലൊരുത്തൻ മരിച്ചും പോയി. ബാക്കിയുള്ളവരൊക്കെ വിധി കാത്തിരിക്കുകയാണ്. ഒരുത്തനും വാ തുറക്കാൻ അനുമതിയില്ല. അതിനിടയിലാണ് വീണ്ടും ഒരു കേസ് കൂടി ഉണ്ടാവുന്നത്. ഈ കേസിൽ അകപ്പെടാൻ പോകുന്നത് PS പ്രശാന്തും സന്തോഷ് കുമാറും അജുകുമാറും തന്ത്രി കണ്ഠരര് രാജീവരുമാവും. തന്ത്രിയെ പ്രതി ചേർക്കുന്നതിന് പിന്നിൽ ചില രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നാണ് തന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. തന്ത്രിക്ക് ഇതിലൊന്നും ഒരു ബന്ധവുമില്ല. മനഃപൂർവ്വം ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ തന്ത്രിയെ ചേർത്തതിനു ശേഷം വിശ്വാസത്തിൻ്റെ മോടി കുറയ്ക്കുക എന്ന ലക്ഷ്യമുണ്ട്. CPM-കാരുടെ ഉത്തരവാദിത്വം കുറയ്ക്കുക എന്ന ലക്ഷ്യമുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും പുതിയ തലങ്ങളിലേക്ക് പോകുന്നു. PS പ്രശാന്ത് എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടി അകത്താവുന്നതോടെ അയ്യപ്പ കോപം സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന അയ്യപ്പ ഭക്തർ ആശങ്കാകുലരാകുന്നു. അവർ വിശ്വസ്തരാകുന്നു. അവർക്ക് കൂടുതൽ ഭക്തി ഉണ്ടാകുന്നു. എന്നാൽ അയ്യപ്പ കോപത്തിൽ ഇരയായി എന്നോർത്ത് നേതാക്കന്മാർ പലരും ചങ്കിടിക്കുന്നു. അത് പ്രശാന്തിൻ്റെയും അജുകുമാറിൻ്റെയും സന്തോഷിൻ്റെയും ഊഴമാണിനി. അയ്യപ്പ മോഷണം അവസാനിക്കുന്നില്ല.